ചൈനയിലെ സിൻജിയാങ് മേഖലയെ പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖവുമായി അടുപ്പിക്കുന്ന രീതിയിലുള്ള വലിയ റെയിൽവേ വികസനം ഇതൊക്കെ ചൈന ഓഫർ ചെയ്തതാണ്. ഏതാണ്ട് 52 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ്. അതിൽ നിന്ന് ചൈന അങ്ങ് പിന്മാറുകയാണ്. അപ്പം പല പദ്ധതിയിൽ നിന്നും ചൈന പിന്മാറുന്നു. നേരത്തെ തുർക്കി പാകിസ്ഥാന് സഹായം നൽകിയെന്ന് പറയുന്നു. ഇപ്പോൾ തുർക്കി പറയുന്നു ഞങ്ങൾ അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടില്ല, മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തയാണ്, ഞങ്ങളുടെ വിമാനം അവിടെ ഇന്ധനം അടിക്കാനായിട്ട് ഇറങ്ങിയാണെന്ന് പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ ചൈന, തുർക്കി എല്ലാം പാകിസ്ഥാനെ കൈവിടുകയാണോ? അതിന് 2-3 ഡയമെൻഷനുണ്ട് കേട്ടോ. ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കൊറിഡോർ CPEC അത് വലിയൊരു പ്രോജക്റ്റാണ്. ചൈനയിൽ നിന്ന് വന്നിട്ട് ഈ പറഞ്ഞ ഖദർ തുറമുഖത്തേക്കുള്ള ചരക്ക് നീക്കത്തെ സഹായിക്കുന്നത്. അതിലാദ്യം പ്രശ്നം ഉണ്ടാക്കിയത് ബലൂചിസ്ഥാൻ ആർമിയാണ്. അവർ കിടക്കപ്രതിയില്ലാതെ ഈ പ്രോജക്റ്റിനെ ആക്രമിച്ചു ഇൻ ദ സെൻസ് ചൈനീസ് പൗരന്മാർ മരിച്ചു. ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വന്ന സ്റ്റാഫുണ്ടല്ലോ, അവരെയും ബലൂചിസ്ഥാൻ ആർമി വെറുതെ വിട്ടില്ല. ചൈനക്കാരെയും കൊന്നുകളഞ്ഞു. പാകിസ്ഥാൻ പട്ടാളം, പാകിസ്ഥാൻ പോലീസ്, പാകിസ്ഥാൻ പൗരന്മാർ മാത്രമല്ല ചൈനീസ് പൗരന്മാരെയും. അപ്പോൾ അതിൽ ചൈന വല്ലാതെ വിഷമിച്ചു. ചൈനയുടെ ഒരു പ്രത്യേകത ഈ അമേരിക്ക പോലെയല്ല. ഏതെങ്കിലും രാജ്യത്ത് അമേരിക്കക്കാരൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വകവരുത്തും എന്നൊക്കെ പറഞ്ഞുള്ള അമേരിക്കൻ ടൈപ്പ് ഓപ്പറേഷൻ ചൈനയ്ക്കില്ല. അവരവരുടെ പട്ടാളത്തെ വേറൊരു രാജ്യത്തേക്ക് വിടില്ല. അവരാരുമായിട്ടും ഒരു വഴക്കിനില്ല. അവർ വലിയ ശക്തന്മാരാണെന്ന് പറഞ്ഞിങ്ങനെ ഇൻഡയറക്റ്റ് ത്രെറ്റാണ് ചൈനയുടെ എപ്പോഴും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ CPEC-ൻ്റെ പുനരാലോചന. ഇങ്ങനത്തെ ഒരു രാജ്യം, പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്തൂടെ ഇത്ര വലിയ ഒരു എക്കണോമിക് കോറിഡോർ കൊണ്ടുപോകാൻ സാധ്യമല്ല. അത് സമാധാനത്തോടെ നടക്കില്ല. പാകിസ്ഥാൻ പലതവണ ഇവർക്ക് വാക്ക് കൊടുത്തു ചൈനയ്ക്ക്, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ അമർച്ച ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നടക്കുന്നില്ല. അതിന് ബലൂചിസ്ഥാനിൽ അക്രമപ്രവർത്തികൾ കൂടിക്കൂടി വരുന്നു. അവർ 4 ഗ്രൂപ്പോ മറ്റോ ആയി. ഇപ്പോൾ ബലൂച്ച് ആർമി, ബലൂചിസ്ഥാൻ നാഷണൽ ആർമി, ഇതൊക്കെ ഉദ്ദേശം ഒന്ന് തന്നെ, ബട്ട് 3-4 ഗ്രൂപ്പുകളായി. പിന്നീടാണ് ഈ ജാഫർ എക്സ്പ്രസ് ആക്രമിച്ച് ട്രെയിൻ തട്ടിക്കൊണ്ടുപോയത്. അത് ലോകചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു, ട്രെയിൻ തട്ടിക്കൊണ്ടുപോവുക. ഫ്ലൈറ്റൊക്കെ ഹൈജാക്ക് ചെയ്യാറുണ്ട്. 100-300 പേരുള്ള ഹൈജാക്ക് ചെയ്യാൻ എളുപ്പമാണ് ഫ്ലൈറ്റ് നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ. ട്രെയിൻ അങ്ങനെയില്ല. ട്രെയിൻ നിലത്തൂടെ പോകുന്ന 10,500 ആൾ കയറുന്ന വലിയ സാധനമാണ്. അത് ഹൈജാക്ക് ചെയ്തു. ഇത് ഒരു പ്രശ്നം. നമ്പർ 2, ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രകടമായിട്ട് പാകിസ്ഥാൻ അമേരിക്കൻ ചേരിയിലേക്ക് പോയി. വളരെ പ്രകടമായിരുന്നു. അമേരിക്കയോടുള്ള വിധേയത്വം, അടിമത്വം പോലെ. ട്രംപിന് നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുക, ട്രംപ് വിളിക്കുമ്പോൾ ഓടിപ്പോയി അവിടെ പോയി ചോറുണ്ണുക, അത് ഇറയത്തലയിട്ട് വിളമ്പിക്കഴിഞ്ഞാലും ഊണ് കഴിക്കാൻ ആസിം മുനീർ റെഡിയാണ്. അവർ പറഞ്ഞതെല്ലാം ഇവർ ചെയ്യുന്നു. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ ചൈനയ്ക്ക് പ്രയാസമായി. കാരണം പാകിസ്ഥാൻ ഒരു ഫൈൻ ബാലൻസിങ് ആണ് നടത്തിയത്. ലോകത്ത് ഒരു പക്ഷേ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം കേട്ടോ പാകിസ്ഥാനെ. അതായത് ചൈനയുടെയും അമേരിക്കയുടെയും ആയുധങ്ങൾ കൊണ്ട് ഒരു യുദ്ധത്തിൽ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര സംഗതിയല്ല. ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വൈരികൾ ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്കയും ചൈനയുമാണ് ഏറ്റവും ശക്തന്മാരെ. ഈ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ശക്തികളിൽ നിന്ന് ആയുധം വാങ്ങിച്ചിട്ട് ഭാരതത്തിനെതിരെ പ്രയോഗിക്കുക. ഈ ബാലൻസിങ് ആക്റ്റാണ് പാകിസ്ഥാൻ ചെയ്തത്. മിടുക്കന്മാരാണ് അവർ, നിസ്സാരക്കാരല്ല. അപ്പോൾ ചൈനയിൽ നിന്നും ആയുധം വാങ്ങിച്ചു, പാകിസ്ഥാനിൽ നിന്ന് ആയുധം വാങ്ങിച്ചു. അതേസമയം ചൈനയുടെ ആയുധം എക്സ്പോസ് ചെയ്യപ്പെടുകയും ചെയ്തു. നമ്മളുമായിട്ട് ഏറ്റുമുട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ചൈന ഈ വലിയ വാചകമൊക്കെ അടിക്കുന്നുണ്ടെങ്കിലും ഈ പരണമാതിരിയുള്ള പെർഫോമൻസൊന്നും ചേട്ടൻ്റെ ആയുധത്തിനില്ല എന്ന് ഓൺ എയർ എല്ലാവരും നോക്കി നിൽക്കുക. ഫോട്ടോയും വീഡിയോയും അടക്കം നമ്മൾ ഇത് ചെയ്തു. അത് ചൈനയ്ക്ക് വലിയ ക്ഷീണമായി. അമേരിക്കയ്ക്ക് അതിലും വലിയ ക്ഷീണമായി ഈ നൂർഖാൻ ബേസിൻ്റെ കാര്യത്തിൽ. നൂർഖാൻ ബേസിൽ ഇരിക്കുന്നത് അമേരിക്കയുടെ ആണവായുധങ്ങളാണ്. എന്ന് വെച്ചാൽ പാകിസ്ഥാന് സ്വന്തമായിട്ട് ആണവായുധങ്ങളില്ല
നമ്മൾ 98-ൽ രണ്ടാം പൊക്രാൻ സ്ഫോടനം നടത്തിക്കഴിഞ്ഞപ്പോൾ ധൃതി പിടിച്ച് അമേരിക്ക അവരുടെ ആണവായുധങ്ങൾ കൊണ്ടുവന്ന് പാകിസ്ഥാനിൽ വയ്ക്കുകയായിരുന്നു. അതിലൊന്നോ രണ്ടോ എണ്ണം പൊട്ടിച്ച് പാകിസ്ഥാൻ്റെ സ്വന്തമാണെന്നൊക്കെ പറഞ്ഞു. വാസ്തവത്തിൽ നൂർഖാൻ എയർബേസിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് പോലും പ്രവേശനമില്ല. അത് അമേരിക്കയുടെ ഒരു രഹസ്യ എയർബേസാണ്, അൺഡിക്ലെയർഡ് എയർബേസ്. അമേരിക്കയ്ക്ക് ലോകമൊട്ടാകെ 750 എയർബേസ് ഉണ്ട്. അപ്പോൾ ഇത് നൂർഖാൻ അവരുടെ ഈ 750-ൽ പെടാത്ത എയർബേസാണ്. അവിടെ കയറി നമ്മൾ ചവിട്ടിയത് മനഃപൂർവ്വമാണെന്ന് അമേരിക്ക കരുതുന്നു. ഇന്ത്യക്ക് ഈ രഹസ്യ വിവരം ഉണ്ടെന്നും അത് പരസ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നൂർഖാൻ ബേസ് അറ്റാക്ക് ചെയ്തതെന്നും നൂർഖാൻ ബേസ് അറ്റാക്ക് ചെയ്താലുള്ള ഡേഞ്ചർ എന്താണ് എന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. ഇതൊക്കെയാണ് അമേരിക്കയുടെ വാദം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒഫീഷ്യലി പറയുന്നത്, നിങ്ങളവിടെ ആണവായുധം കൊണ്ടുവന്ന് വെച്ചാൽ ഞങ്ങൾ അറിഞ്ഞോ? നിങ്ങളാരോടും പറഞ്ഞില്ലല്ലോ ഇത് അവിടെ ഉണ്ടെന്ന്. ആണവായുധങ്ങളുടെ പ്രത്യേകത ഇതെവിടെയുണ്ട്, എത്ര എണ്ണം ഉണ്ട് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി കമ്മീഷൻ അവർക്ക് കണക്ക് കൊടുക്കണം, ഇന്ന സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥലം ആരും ആക്രമിക്കുകയില്ല. അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞിട്ടില്ല, പിന്നെ ഞങ്ങളെങ്ങനെ അറിയാനാ? അതും ഒരു ശരിയല്ലേ? അമേരിക്ക ഔദ്യോഗികമായിട്ട് ഇത് ആരോടും പറഞ്ഞിട്ടില്ല, ഇത് രഹസ്യമായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ അത് പറഞ്ഞിരുന്നെങ്കിൽ ചേട്ടാ ഞാൻ അവിടെ ചവിട്ടില്ല. ഞാൻ ഇവനെ ഇട്ട് അടിക്കണം, ഞാൻ സകല സ്ഥലത്തും അടിച്ചു. അവൻ്റെ മർമ്മ, ചേട്ടൻ്റെ മർമ്മ ഇവൻ്റെ കഴുത്തിരിക്കുന്ന എന്നോട് പറയണ്ടേ? അങ്ങനെയാണ് ഞാനത് വിട്ടത്. ഇത് അമേരിക്കയ്ക്ക് നിഷേധിക്കാൻ പറ്റില്ല, അവരാരോടും പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ പടച്ചിലും സംഗതിയൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ചൈന തീരുമാനിച്ചു പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ നൂർഖാൻ ബേസിൽ അമേരിക്കയുടെ ആണവായുധങ്ങളാണ് ഇരിക്കുന്നതെന്നുള്ള വിവരം ഭൂലോക ത്വരപ്പന്മാരായ ഞങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടായിരുന്നു, ഇന്ത്യക്ക് അറിയാമായിരുന്നു, ചൈനയ്ക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് ചൈനയോട് ചെയ്ത് ചതിയല്ലേ? അമേരിക്ക പറഞ്ഞില്ല, പാകിസ്ഥാൻ ഞങ്ങളോട് പറയണ്ടേ? പാകിസ്ഥാനെ ഞങ്ങളല്ലേ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, എന്നിട്ട് നമ്മളോട് മിണ്ടിയില്ല. ചൈനയ്ക്ക് സംഭവിച്ചെന്താ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് സകല വിവരങ്ങളും, ഇന്ത്യയുടെ വിമാനം എവിടെ കിടക്കുന്നു, കപ്പൽ എവിടെ കിടക്കുന്നു, പീരങ്കി എവിടെ കിടക്കുന്നു, ഈ വിമാനം ലൈവായിട്ട് ഇവർ ലൊക്കേഷൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നു, ചൈന പാകിസ്ഥാൻ. അതുകൊണ്ടാണ് നമ്മുടെ പട്ടാളം മേധാവി പാകിസ്ഥാൻ പട്ടാളവുമായിട്ട് സംസാരിക്കുമ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു, നിങ്ങളുടെ ആ പ്ലെയിനും സംഗതിയൊക്കെ എവിടെ കിടക്കുന്നു ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കയറി തകർത്താലുണ്ടല്ലോ. അയാൾ പറഞ്ഞു, നിങ്ങൾക്കിത് അറിയാമെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം, നിങ്ങൾ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് അവിടെ ഇട്ടിരിക്കുന്നത്. ചൈന തന്ന വിവരമല്ലേ, വിവരമൊക്കെ കറക്റ്റാണ്. തൊട്ട് നോക്ക് നീ ഭസ്മമായി പോകും. അപ്പോൾ ഇതിൽ അമേരിക്കയും പാകിസ്ഥാനും ഞെട്ടിപ്പോയി. കാരണം ഒരു ഇൻ്റലിജൻസിൻ്റെ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനുജി അറിയാതെ സിനുജിയുടെ വിവരങ്ങൾ ഞാൻ കളക്ട് ചെയ്യുക. ഇപ്പോൾ എന്നെ തോൽപ്പിക്കാനായിട്ട് സിനുജി ചെയ്യുന്നത് എന്താ? ഞാൻ എടുക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സിനുജിയുടെ ആൾക്കാർ പറയും, ചേട്ടാ അയാൾ വിവരമൊക്കെ പൂട്ടടാ, ഞാൻ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നത്, കൊണ്ടുപോയി പുഴുങ്ങി തിന്നട്ടെ. അപ്പം ഞാൻ മണ്ടനാവുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ സിനുജി അറിയാവുന്ന രഹസ്യങ്ങൾ എടുക്കുന്നത് ഞാൻ വിചാരിക്കുന്നു, ഞാൻ രഹസ്യങ്ങൾ എടുക്കുന്ന അടക്കം സിനുജിക്ക് അറിയുകയും ചെയ്യും. ഈ രീതിയിൽ നാണക്കേടായിട്ട് ഭവിച്ചു അവരുടെ ഈ ഇൻ്റലിജൻസ് ഷെയറിങ്. അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ചൈന തീരുമാനിച്ചു പാകിസ്ഥാനെ മെല്ലെ നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് സിപെക്കിൽ ഇനി ഞങ്ങൾ കാശ് മുടക്കുന്നില്ല എന്നവർ തീരുമാനിച്ചു. പാകിസ്ഥാൻ IMFൻ്റെ അടുത്ത്, ഈ ലോകരാജ്യങ്ങൾ ഈ ഒരു സംഗതി തീരെ പൊളിഞ്ഞ് പണ്ടാറടങ്ങി കഴിഞ്ഞാൽ രാജ്യങ്ങൾ ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളാണ് IMF, വേൾഡ് ബാങ്ക്. IMFൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടാൽ അപ്പം മനസ്സിലാക്കുക ആ രാജ്യം പിച്ചപ്പാളയം എടുത്തു കഴിഞ്ഞു. പിച്ചപ്പാളയുമായിട്ട് IMFൽ കയറ്റുള്ളൂ. IMFൽ ലോൺ തരും. IMF എന്ന് പറഞ്ഞാൽ അമേരിക്ക. പലർക്കും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, സംഗതി ശരി, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. അതിലേറ്റവും അധികം കാശ് അമേരിക്കയുടെയാണ്, ബാക്കിയുള്ളവരൊക്കെ ഇൻസിഗ്നിഫിക്കൻ്റാണ്. അപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് IMFൽ നിന്ന് കാശെടുക്കാനാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ തീരുമാനം. IMFൽ നിന്ന് കാശെടുക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് കടം മേടിക്കുക എന്നാണ്.
അവർ പറയുന്ന ടേംസ് അനുസരിച്ച് എല്ലാം ഇനി മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ ആ അവസ്ഥയിലാണ്. അമേരിക്ക പറഞ്ഞ രീതിയിൽ തന്നെ പാകിസ്ഥാൻ്റെ കൃഷിയൊക്കെ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുത്തു. എന്നിട്ട് വെള്ളമില്ലാത്ത കാലത്തും അമേരിക്ക കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് കനാൽ വഴി പാകിസ്ഥാന് വെള്ളം തിരിച്ചുവിടേണ്ടി വരുന്നു. കാരണം കരാർ അങ്ങനെയാണ്. ഇന്ത്യയിലിപ്പോൾ ഈ കാർഷിക സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാനായിട്ട് അമേരിക്ക പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കില്ല എന്ന് നരേന്ദ്രമോദി പറയാൻ കാര്യം ഇതൊക്കെയാണ്. അവരുടെ കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ഏക്കർ കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ കൃഷി അമേരിക്ക ചെയ്യും. നമ്മുടെ ആൾക്കാർ കൃഷി ചെയ്യേണ്ട. അവരെല്ലാം മെക്കനൈസ്ഡായിട്ട് ചെയ്യും. അവർക്ക് നമ്മൾ വെള്ളം എൻഷുർ ചെയ്യണം. നമുക്ക് കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും അമേരിക്കയുടെ പാടത്തേക്ക് വെള്ളം അയച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനത്തെ കണ്ടീഷനിലൊക്കെ പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇത് പറ്റില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ടും പാകിസ്ഥാൻ എന്തോ 19% താരിഫ് ഉണ്ട് കേട്ടോ. അതിലും വലിയ തമാശ. മൂക്കുകൊണ്ട് ഇക്ഷ വരയ്ക്കാൻ പറഞ്ഞ് ഇക്ഷ വരച്ചു, എന്നിട്ട് 19% താരിഫ് അടിച്ച് വിട്ടിരിക്കുക. എന്ത് വാങ്ങിക്കോട്ടെ, ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പക്ഷെ തുർക്കി എന്തിനാണ് പറയുന്നത് ഞങ്ങളുടെ ആയുധം കൊടുത്തിട്ടില്ല, ഞങ്ങളുടെ വിമാനം അവിടെ ഇന്ധനം അടിക്കാൻ വന്നാൽ എന്തിനാ അങ്ങനെ പറയേണ്ട കാര്യം? അല്ല, ചോദിക്കുമ്പോൾ ഓരോന്നൊക്കെ പറയുന്നതാണ്. തുർക്കി ഇപ്പോൾ ഇതിനകത്ത് വലിയ റോളൊന്നും ഇല്ലാത്ത ഒരു രാജ്യമാണ് തുർക്കി. തുർക്കിയെ നമ്മൾ ചുണ്ണാമ്പിട്ട് വെച്ചിട്ടുണ്ട്, നിനക്ക് വെച്ചിട്ടുണ്ടാ ഞാൻ. പക്ഷേ ഇതുവരെ നമ്മൾ ആക്ഷനൊന്നും എടുത്തിട്ടില്ല. തുർക്കിക്ക് ഒരു പണി കിട്ടും കേട്ടോ. തുർക്കി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കാണിച്ച കള്ളക്കളി, തുർക്കിയും അസർബൈജാനും, ഈ രണ്ടുപേരെയും നമ്മൾ നോട്ടം ഇട്ടിട്ടുണ്ട്. അസർബൈജാൻ പിന്നെ തീരെ ചെറുത് പോട്ടെ. തുർക്കിയെ നമ്മൾ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. പണി ഉറപ്പാണ്. ഉറപ്പാണ്. തുർക്കിക്ക് വാണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെറുതെ ഇരുന്ന നരേന്ദ്രമോദി ഗ്രീസിൽ സൈപ്രസ് വഴി ഒക്കെ ഒന്ന് വന്നു. ഈ സൈപ്രസ് വഴി ഒരു മനുഷ്യൻ വരിക എന്ന് പറഞ്ഞാൽ അത് മതി തുർക്കിയെ ചൊടിപ്പിക്കാൻ. ഇവർ തമ്മിലുള്ള ഇക്വേഷൻ. ഇപ്പം നമ്മളെ ചൊടിപ്പിക്കാനായിട്ട് ഒരു രാജ്യത്തിന് എന്താ ചെയ്യാൻ പറ്റും? ഫ്രാൻസിൻ്റെ ഇമ്മാനുവൽ മാക്രോൺ പാകിസ്ഥാനിൽ വരുന്നു, 3 ദിവസത്തെ സന്ദർശനം എന്ന് പറയുമ്പോൾ നമുക്ക് ചൊറിയും. അല്ലേ? അതെ. ഇതുപോലെയാണ് ഈ സൈപ്രസിൽ പ്രധാനമന്ത്രി. സൈപ്രസ് ആ വഴി പുള്ളി പോകുന്ന വഴിക്കുള്ള സ്ഥലമേ അല്ല സൈപ്രസ്. മനഃപൂർവ്വം സൈപ്രസിൽ പോയി അവിടെ പോയിട്ട് എന്തൊക്കെയുണ്ട് ചേട്ടാ ഇപ്പോൾ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് സൈപ്രസിനും വലിയ സന്തോഷം, മറ്റവനിട്ട് ഒന്ന് ചൊറി. അങ്ങനെ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് തുർക്കിയെ. വെറുതെ ഒന്നും വിടില്ല തുർക്കിയെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.